ഹലോ ഗോയ്സ്, ഇന്ന് നമ്മുടെ വീരക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഒരു ആഘോഷം ഒന്നും ഇല്ലായിരുന്നു. അപ്പം പിറന്നാൾ കഴിക്കാന്നാണ് ഏട്ടൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പെട്ടെന്ന് എന്തോ ദേഷ്യം വന്നപ്പോൾ അവനെ വഴക്ക് പറഞ്ഞു. അപ്പം എനിക്ക് ആകെ വിഷമമായി പോയി. അങ്ങനെ ഞാൻ ഇവിടെ ടൗണിൽ പോയിട്ട് പേസ്ട്രി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവന് ടെൻഷൻ എങ്ങനെയും മാറ്റണമല്ലോ. അങ്ങനെ ഞാൻ അവന് സർപ്രൈസ് ആയിട്ട് അപ്പം ഇത് പേസ്ട്രി കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കേക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ എൻ്റെ അടുത്ത് അത്ര പൈസയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തൽക്കാലം ഞാൻ ഇത് വാങ്ങിയിട്ട് ഇതിലൊതുക്കി. എന്തായാലും അവന് ഭയങ്കര സന്തോഷമായി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്, ഒരിക്കലും അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പിന്നെ എന്തോ ഒരു ദേഷ്യം വന്നപ്പോൾ ഞാനത് വഴക്ക് പറഞ്ഞായിരുന്നു. പിന്നെ ആള് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ സങ്കടമായിപ്പോയി. കാരണം ഇന്ന് അവൻ്റെ സ്പെഷ്യൽ ഡേ അല്ലേ. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിപ്പോയി. കാരണം ഈ ഒരു സമയത്ത് അവനെ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ എന്തായാലും ഇതൊക്കെ വാങ്ങിച്ച് അവന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ അവനും ഉണ്ടായിരുന്നു. അപ്പോൾ അതാ അപ്പോൾ അവനും കൊടുത്തു. പിന്നെ ഞാൻ ഇവന് ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിച്ചെത്തി. അപ്പോൾ ഇവൻ്റെ ഒമ്പതാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ 9 ഗിഫ്റ്റാണ് വാങ്ങിച്ചത്. ഗിഫ്റ്റ് ഒന്നും വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല കേട്ടോ. കുഞ്ഞു ഗിഫ്റ്റാണ്. എന്നെക്കൊണ്ട് പറ്റാവുന്ന പോലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് കണ്ട ഒരു ടീഷർട്ടാണ് ഞാൻ വാങ്ങിച്ചത്. ബ്ലൂ കളർ ടീഷർട്ടാണ്. അപ്പോൾ ഇത് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹാഫ് സ്ലീവാണ്. അവന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത് കണ്ടപ്പോൾ. അപ്പോൾ അവിടെ മറ്റേ ആൾ പിണങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പിന്നെ രണ്ടാമതൊരു ഗിഫ്റ്റ് കൊടുത്തപ്പം കണ്ടോ മറ്റേ ആൾ പിണങ്ങുന്നത്. അവന് കിട്ടിയില്ല എന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞേ നിനക്കും അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, നീ ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. അപ്പോൾ ഇത് ടിഷ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു ഗിഫ്റ്റുകളാണ് ഞാൻ കൊടുത്തത്. എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഗിഫ്റ്റാണ് കൊടുത്തത്. നമ്മൾ ടിഷ്യൂ കൊടുത്തപ്പോൾ മറ്റേ ആൾക്കും കൂടി അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ 2 ഡയറി മിൽക്ക് വാങ്ങിച്ച്. 2 ഡയറി മിൽക്ക്. അപ്പം മറ്റവനത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ പിന്നെ മൂന്നാമത് നമ്മൾ ഗിഫ്റ്റ് എടുത്ത്. അങ്ങനെ ആ ഗിഫ്റ്റ് അപ്പോൾ ഇവന് ഭയങ്കര ഹാപ്പിയാണ്. ആള് കാർഡ്സാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ഉള്ള കാർഡ്സ് ഉണ്ടല്ലോ. അപ്പോൾ ആ കാർഡ്സാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അത് മറ്റേ ആൾക്കില്ല എന്ന് പറഞ്ഞ് അവന് ഭയങ്കര സങ്കടം പറച്ചിലായി. പരാതി പറച്ചിലൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടി കൊടുത്തു. അപ്പോൾ ആ ഗിഫ്റ്റ് ഇത് കട്ടറാണ് കേട്ടോ. കട്ടറല്ല, ഇറേസറായിരുന്നു കേട്ടോ. ഇറേസറായിരുന്നു കൊടുത്തത്. ഇറേസർ. അപ്പോൾ രണ്ടാൾക്കും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇറേസർ. ഇപ്പോൾ രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചത് പനീർ ബട്ടർ ആയിരുന്നു. ഇതിപ്പോൾ കുറേ ആയി എന്നോട് പറയുന്നത് വാങ്ങിത്താ, ഒത്തിരി ഇഷ്ടമാണ് ഇതാണ്. അപ്പോൾ ഇവൻ ഇടയ്ക്ക് എപ്പോഴേക്കോ എന്നോട് പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അന്നൊന്നും ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ അത് മുഴുവനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അതിൽ ചിലത് ഇപ്പോൾ എന്നെ കൊണ്ട് പറ്റാവുന്നതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് പനീർ ബട്ടർ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് വേറെ ഒരു ഗിഫ്റ്റും കൂടി പൊട്ടിക്കാണ് കേട്ടോ. 2 ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. 2 ക്രീം ബിസ്ക്കറ്റ്. എന്ന് വന്നാലും എന്നോട് ചോദിക്കാറുണ്ട് ക്രീം ബിസ്ക്കറ്റ് പൊതുവെ കൊടുക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ക്രീം ബിസ്ക്കറ്റ് ഞാൻ കൊടുത്തു. അപ്പോൾ അത് കിട്ടിയപ്പോൾ മറ്റേ ആൾക്കും കണ്ടോ, മറ്റേ ആൾക്കാണ് ഏറ്റവും കൂടുതൽ ധൃതി ഇത് പൊട്ടിക്കാനും ഇതാക്കാനും. പിന്നെ ഞാൻ കൊടുത്തത് കീ ചെയിനാണ് കേട്ടോ. ദേവൂട്ടന് മോട്ടു പട്ലുവിൻ്റെ കീ ചെയിനും ഇവനൊരു ബുള്ളറ്റിൻ്റെ ഒരു കീ ചെയിനുമാണ് കൊടുത്തത്. അത് ഈ ബാഗുമ്മിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചോക്ലേറ്റ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊടുത്തപ്പോൾ ഒരുപാട് സന്തോഷമായി. ചോക്ലേറ്റും കൂടി കണ്ടപ്പോൾ. അപ്പോഴേക്കും മറ്റേ ആൾക്കാണ് കൂടുതൽ. ഞാൻ പറഞ്ഞല്ലോ അവനത് കാണുമ്പോൾ ഭയങ്കര ആൻസൈറ്റി ആയിരുന്നു. കാരണം അവൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. പക്ഷെ അന്ന് ഇത്രയൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിലും അവസാനം അവനെ കണ്ടോ എന്നെ അതത്രയും വാങ്ങിക്കൊടുത്ത ഭയങ്കര സന്തോഷമായി. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായി. എന്നോട് നമ്മൾ എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അനുഗ്രഹങ്ങളൊക്കെ വേണം മോനെ വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.